സുഹൃത്തുക്കൾ, അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ഇത് എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു കുളം, കണ്ണാടിക്കുളം എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് വറ്റിച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടാ. അപ്പൊ ഇതാണ് കേട്ടോ കണ്ണാടിക്കുണ്ട്. അപ്പൊ ഏകദേശം ഒരു 30 സെന്റിൽ വരുന്ന വലിയൊരു കുളമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ട്. അപ്പൊ ഇന്നലെ ഇതില് പമ്പ് സെറ്റ് ഒക്കെ വെച്ച് വെള്ളം അടിച്ച് വാർക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉച്ചക്ക്. അപ്പൊ ഇന്നിപ്പോ രാവിലെ ആകുമ്പോഴേക്കും മീനൊക്കെ പിടിക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇന്നലെ വാർക്കൽ തുടങ്ങിയത്. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച കൂടുതൽ വെള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്നിപ്പോ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നിട്ടില്ല. മുകൾ വശത്തുള്ള വെള്ളമൊക്കെ കുറെ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ 3 പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിലുള്ള വെള്ളമൊക്കെ അടിച്ച് വാർത്തുകൊണ്ട് വെക്കുന്നത്. ഇതിന്റെ ചുറ്റുഭാഗമുള്ള കണ്ടത്തിലോട്ട് തന്നെയാണ് വെള്ളം അടിച്ച് വിടുന്നത് കേട്ടോ. അപ്പൊ വെള്ളം വറ്റുന്ന ഒരു ഗ്യാപ്പ് നോക്കി നമ്മളെ സുഹൃത്തുക്കൾ അതിലുള്ള ചണ്ടിയൊക്കെ കുറെയൊക്കെ ഇങ്ങോട്ട് കരയിലോട്ട് കയറ്റുക എന്നുള്ള രീതിയിൽ നമ്മളെ വലിച്ചൂട്ടി വല, നമ്മള് വല കൊണ്ട് ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്ന ഒരു ടൈപ്പ് വല ഉപയോഗിച്ചത് ആ ഒരു ചണ്ടി കാര്യങ്ങളൊക്കെ അവിടുന്ന് 3-4 പേര് ചേർന്നതേ വലിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. വളഞ്ഞിങ്ങനെ കംപ്ലീറ്റ് ആ ഒരു വലക്കുള്ളിലായിട്ടുണ്ട്. ഒരുപാട് ചണ്ടികൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കൊട്ടയിലാക്കിയിട്ടും അതുപോലെ കൈകൊണ്ടൊക്കെ ആയിട്ട് വാരി ഇടുന്നുണ്ട്. അപ്പം ഇതിന് ഈ ഒരു വലയുടെ ഒരു പ്രത്യേകത, ഇതൊരു വലിച്ചു കൂട്ടി നമ്മൾ വളഞ്ഞിട്ടൊക്കെ അങ്ങനെ പിടിക്കുന്ന ഒരു ടൈപ്പ് വലയാണ്. കോരിയിട്ടൊക്കെ പിടിക്കുന്ന ഒരു വലയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചണ്ടി കയറ്റുന്ന സമയത്ത് അതിൽ ചെറുവക മീനുകളും ഈ ഒരു ചണ്ടിക്ക് കൂടെ കയറിയതുണ്ട്. അത്തരം കിട്ടിയിട്ടുള്ള ചെറുവക മീനുകളൊക്കെ എല്ലാ വെറൈറ്റികളുണ്ട്, പല വകയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കവറിലുള്ളതൊക്കെ അത്തരത്തിൽ കിട്ടിയതാണ്. അപ്പൊ വെള്ളം വറ്റുന്ന ഒരു ഗ്യാപ്പിൽ അത്തരത്തിലൊക്കെ ആയിട്ട് നമ്മളെ സുഹൃത്തുക്കൾ വല വലിച്ച് ചണ്ടിയും മീൻപിടുത്തൊക്കെ ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാം. എന്തോന്നുണ്ട് അല്ലല്ലോ അതുമല്ലല്ലോ, അതല്ല സിഡോപ്പി പോയിട്ട് തരണം. വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. കുറച്ച് പേര് വല കൊണ്ട് കോരുന്നുണ്ട്. അതുപോലെ മറ്റു കുറച്ച് പേര് ഇവിടെ ചണ്ടിയിലൊക്കെ തപ്പൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊക്കട്ടാ സാധനട്ടാ അതിലുള്ളതൊന്ന് പൊക്കടാ. അമ്മാതിരി കന്ന സെറ്റ് സാധനട്ടാ. അടുത്ത് കംപ്ലീറ്റ് ഈ പുല്ലിൻ്റെ ഉള്ളിലാട്ട മീനുകളൊക്കെ തൊണ്ണിട്ടാ. ഇപ്പൊ കിട്ടിയ സാധനതാ കൊഞ്ച് ഉണ്ണി വരലിട്ടാ തൊണ്ണി. അതാ തൊണ്ണി, ഇതാ അത് തൊണ്ണി. ഇഷ്ടം പോലെ തൊണ്ണിയുണ്ട് കേട്ടോ. ഇതേട്ടാ ഒരു മലിനിയും കിട്ടിയിട്ടുണ്ട്. വെട്ടി പിടിക്കുക ഇത്.
കണ്ണാടിക്കുഴിയിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണാം. അപ്പോൾ അതെ തൊണ്ണി, അതുപോലെ അതെ ഒരുപാട് പലവൊക്കെ ഉണ്ട് കേട്ടോ. മലിഞ്ഞീനൊക്കെ അതെ മലിഞ്ഞീനാണ് ഈ കിടക്കുന്നത്. വെട്ടിയിട്ട പിടിച്ച് തൊണ്ണി, അതുപോലെ വലിയ പരല് കാര്യങ്ങളൊക്കെ അതെ സൈസുള്ള സാധനങ്ങൾ. അപ്പോൾ അത് അത്യാവശ്യം ചെറുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ വലുത് സൈസ് വരാലുകൾ തിലാപ്പിയകളൊക്കെ ആയിട്ട് അത്യാവശ്യവും കിട്ടിയിട്ടുണ്ട്. കേട്ടോ പാലാത്തേട്ടാ അതും കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ കേട്ടോ നമ്മളെ നാസറാക്കിയും ടീമുമാണ് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ നാസറാക്കാനോട് നമുക്ക് ചോദിച്ചു നോക്കാം എത്രത്തോളം മീൻ കിട്ടിയെന്ന്. നാസറാക്ക മീൻ എത്ര കിട്ടി? നിങ്ങൾ വിചാരിച്ചൊരു മീൻ കുറവാണെങ്കിലും ആ നമ്മള് ആ മീൻ നമുക്ക് കൂട്ടാനുള്ള മീനൊക്കെ ധാരാളം മീൻ പിടിക്കുന്നത്. ആ മീൻ കൂടുതൽ കിട്ടണമെന്നുള്ളതല്ലേ. അതെ 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 മീൻപിടുത്തൊരരാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് മീനുകൾക്കല്ല, മീൻപിടുത്തൊരരം പിന്നെ കൂട്ടാനുള്ളൊരു മീൻ, അത് അതിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതിൽ നമുക്ക് ഉഷാറാക്കല്ലേ.